കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റാണ്, അനിൽ മുഹമ്മദ് ഗ്രേറ്റസ്റ്റ് ലവർ ഓഫ് കുഞ്ഞാപ്പ ജസ്റ്റ് ബിക്കോസ് കുഞ്ഞാപ്പ ഈസ് എ മുസ്ലിം ആൻഡ് ബിലോങ്സ് ടു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി. അനിൽ മുഹമ്മദ് ഗ്രേറ്റസ്റ്റ് ഹേറ്റർ ഓഫ് സുരേഷ് ഗോപി ജസ്റ്റ് ബിക്കോസ് സുരേഷ് ഗോപി ഈസ് എ ഹിന്ദു ആൻഡ് ബിലോങ്സ് ടു ഭാരതീയ ജനതാ പാർട്ടി. ജസ്റ്റ് എ മന്ത് ബാക്ക് യു ഡിഡ് എ വീഡിയോ ട്രൈയിങ് ടു ഡീഫെയിം സുരേഷ് ഗോപി. അനിൽ സാർ, വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? വാട്ട് ഈസ് ഹാപ്പൻ ടു യുവർ സെക്കുലറിസം? പ്രിയപ്പെട്ട മനോജ് എന്ന് പറയുന്ന ഒരാളുടെ കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ എന്നെക്കുറിച്ചുള്ളൊരു വീക്ഷണമാണ് അതിലെഴുതിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ മനോജിനെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ മനോജിൻ്റെ ഒരു വിഷയമോ അല്ലെങ്കിൽ ഒരു സംഭവമോ മാത്രമെന്ന് നോക്കി നമുക്ക് പറയാനാവില്ല. മനോജ് ഞാനേതാണ്ട് 8,000-ഓളമോ 9,000-ഓളമോ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വീഡിയോകളിലൊക്കെ യോജിക്കുന്നതും വിയോജിക്കുന്നതും ആ സബ്ജക്റ്റിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ്. ആ സബ്ജക്റ്റ് മെറിറ്റോറിയസ് ആണെങ്കിൽ അതിലേതാളാണ് ഏത് ജാതിയാണ് എന്നുള്ളത് എൻ്റെ ഒരു വിഷയമേ അല്ല. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഓർത്ത് പറയുകയാണ് ഞാൻ. ഇപ്പോൾ അമിത്ഷയ്ക്ക് പണ്ട് അസുഖം വന്നു, അദ്ദേഹം മരിച്ചുപോയി എന്ന തരത്തിൽ ചിലർ ആഹ്ലാദം പ്രകടിപ്പിച്ച് പോസ്റ്റുകൾ ഇട്ടു, ചിലയിടത്ത് കമൻറ്റുകളൊക്കെ. അന്ന് കൃത്യമായി അങ്ങനെ ഇടുന്ന ആ ഹേറ്റഡിനെതിരെ വർത്തമാനം പറഞ്ഞ ആളാണ് ഞാൻ. അതിൽ അമിത്ഷാ മുസ്ലിങ്ങളുടെ ബന്ധുവാണോ മുസ്ലിങ്ങളുടെ ശത്രുവാണോ മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള ആളാണോ എന്ന് നോക്കിയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ബി ജെ പി രാഷ്ട്രീയത്തിലെ എൻ രാധാകൃഷ്ണൻ സാറ്, എൻ കൃഷ്ണദാസ് സാറ്, ഇത്തരം ആളുകളെക്കുറിച്ചൊക്കെ പല സന്ദർഭങ്ങളിലും പല വീഡിയോകളും അവരെടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതവർ ബി ജെ പിക്കാരായതുകൊണ്ടും ഹിന്ദു ആയതുകൊണ്ടും എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. പല സന്ദർഭങ്ങളിലും ഇപ്പോഴത്തെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്യുന്ന ഈ റിലീജിയോ പൊളിറ്റിക്കൽ ഘടനയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് പലപ്പോഴും ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റുമാരെയോ മറ്റുള്ള ആളുകളെയോ നോക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ രാജഗോപാൽ സാറിനെക്കുറിച്ച് വളരെ മുക്തകണ്ഠം പ്രശംസിച്ച് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പിക്കാരനായതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ എനിക്കതിൻ്റെ പേരിൽ യാതൊരു മടിയും മറയുമില്ല. സി പി എം രാഷ്ട്രീയത്തിലെ കെ രാധാകൃഷ്ണൻ സാറ് സ്പീക്കറായിട്ട് ഇപ്പോൾ എം പി ആയിട്ട് പോയിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായി അദ്ദേഹത്തിലുള്ള ഘടകങ്ങളാണ്. ഞാനിത് പെട്ടെന്ന് ഓർത്ത് പറയുകയാണ്, എഴുതി വെച്ചൊന്നും പറയുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കണം. ശശി തരൂർ സാറിനെക്കുറിച്ച് പോസിറ്റീവായും നെഗറ്റീവായും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു ആണെന്ന് മാത്രമല്ല, വൈ ഐ ആം എ ഹിന്ദു എന്ന് എഴുതിയ ആളുമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ചിലരാണ് എ പി അനിൽകുമാർ, എൻ്റെ കൂടി മന്ത്രിയായിരുന്ന അദ്ദേഹം, പിന്നെ കെ സി വേണുഗോപാൽ സാറ്, രമേശ് ചെന്നിത്തല സാറ്, അങ്ങനെ അടക്കമുള്ള ആളുകളൊക്കെ എനിക്കിഷ്ടവും സ്നേഹവും, അതുപോലെ ബി ജെ പിയിലെ എൻ രാധാകൃഷ്ണൻ സാറ് അടക്കമുള്ള ആളുകളൊക്കെ എനിക്കിഷ്ടവും പ്രിയവും സ്നേഹവും ഒക്കെ തോന്നാനുള്ള കാരണം അവരാരായിരുന്നു എന്നുള്ളതല്ല, അവർ പറയുന്ന കാര്യങ്ങളിലെ മെറിറ്റും പ്രവൃത്തിയും നോക്കിയാണ് മനോജ് സാറെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിനെ ഞാൻ അഭിനന്ദിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരിക്കൽ ഈ കേരളത്തിലെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെന്ന പേരിൽ 3 പേരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ അതിൻ്റെ ഒരു സംഘാടകനും ജഡ്ജിങ് കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്നു ഞാൻ. അത് സുരേഷ് ഗോപി ആയിരുന്നു. അത് അദ്ദേഹത്തിനൊന്ന് കൊടുക്കാൻ വേണ്ടി, അന്ന് അദ്ദേഹം രാജ്യസഭാ എം പിയാണ് ബി ജെ പിയുടെ, കൊടുക്കാൻ വേണ്ടി പലതവണ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ ഞാനതിന് ശ്രമിച്ചുമില്ല. ഇവിടെ ഓഫീസിലപ്പുറത്തിരിപ്പുണ്ട്. അങ്ങയ്ക്കിത് പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങയ്ക്ക് ആ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വിമർശിച്ച് പറഞ്ഞിട്ടുള്ളതിനെ എടുത്തത്. ഇതുപോലെ തന്നെ ലീഗിനെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പല നേതാക്കളെയും വിമർശിച്ചിട്ടുണ്ട്, ലീഗിനകത്തുള്ള പല നേതാക്കളെയും വിമർശിച്ചിട്ടുണ്ട്, മുസ്ലിം സാമൂഹിക സാംസ്കാരിക മതസംഘടനകളിൽ പെടുന്നവരെ കൃത്യമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയിട്ടുള്ളത് അവരെക്കുറിച്ചാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത്രയും മനോഹരമായി ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്ന ഒരാളിൻ്റെ മനസ്സ് ഇങ്ങനെയാവുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ചിന്ത, വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഒന്നും മനുഷ്യൻ്റെ മനസ്സിനെയും കാഴ്ചപ്പാടിനെയും സ്വാധീനിക്കുന്നില്ലല്ലോ എന്നാണ്. കുറഞ്ഞപക്ഷം ഇങ്ങനെ ഇത്രയും മനോഹരമായി എഴുതാൻ എടുത്ത സമയം കൊണ്ട് എൻ്റെ സ്ക്രീനിലൂടെ കണ്ടു തീർക്കാനൊന്നും നിങ്ങൾക്ക് എളുപ്പമല്ല, ഓടിച്ചു പോകാം. ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികളെയും ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി, ഇനി അതും പറയണമല്ലോ. ഇപ്പം ബാലൻസ് ചെയ്ത് പറയുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് എൻ്റെ ജീവനാണ്, എൻ്റെ ഗുരുവാണ്, എൻ്റെ മാർഗദർശിയാണ്, എൻ്റെ എല്ലാമാണ്. അതുപോലെ ഒരുപാട് അച്ഛന്മാരുണ്ട്. ജോൺ അച്ഛൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഇങ്ങനെ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്നതിന് മുമ്പ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു. സാധാരണ ഞാൻ ഈ കമൻറ്റുകൾ ഇങ്ങനെ എല്ലാം എടുത്തു വെച്ചൊന്നും പറയാറില്ല. പക്ഷേ അങ്ങ് വളരെ കൃത്യമായി അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടിയോടുള്ള ഇഷ്ടത്തിന് കാരണം IUML, മറ്റേത് ലീഗ്, പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരനും കേരളത്തിലെ പൊതുബോധത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിനും കേരളത്തിൻ്റെ മതേതരത്തിനും ഭംഗം വരുത്തുന്നത് പോലെ സംസാരിക്കുക, എപ്പോൾ സംസാരിച്ചാലും അവിടെ എതിർ ശബ്ദമായി ഞാനുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും പ്രസക്തമായ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാചകമുണ്ടെങ്കിൽ എടുത്തയച്ചു തന്നാൽ ഇപ്പോഴും ഞാനതിന് റിയാക്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഉണ്ടാവില്ല. അത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, സ്ട്രീം ലൈനിങ്ങിൻ്റെ, ട്യൂണിങ്ങിൻ്റെ, കണ്ടീഷൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ മനോജിന് ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ പരസ്യമായി വന്നു നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയാൻ പറ്റുമെന്ന്. കമൻറ്റായിട്ട് ചിലപ്പോൾ എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ചിലർക്ക് കമൻറ്റ് പോലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം ഇങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ മുഖവും ഒരുപാട് സാഹചര്യങ്ങളും ഒക്കെ ഓർമ്മ വരും. ഇത് കേവലം വീഡിയോയിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, വീട് വെച്ച് കൊടുക്കലുകളുടെ, പ്രതിമാസം ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന 5-6 വർഷമായി തുടരുന്ന ആ പ്രവൃത്തികളുടെ ഒക്കെ ഗുണഭോക്താക്കളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അവിടെ ഒന്നും ജാതിയും മതവുമല്ല, അർഹതയാണ് മാനദണ്ഡം. എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ, നേരിട്ട് അറിഞ്ഞുകൂടാ. എന്നെ ഒരുപക്ഷെ അങ്ങ് കാണുന്നുണ്ടാവും. നേരിട്ട് എന്നെ ബന്ധപ്പെട്ടിട്ട് എൻ്റെ സ്ഥലത്ത് വന്നാൽ ഞാൻ അങ്ങയെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരാം. അത് അങ്ങയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. ഇത്രയും വടിവൊത്ത അക്ഷരത്തിൽ എഴുതുമ്പോൾ ആ വടിവൊത്ത അക്ഷരങ്ങളിൽ എഴുതുന്നതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല റിയാലിറ്റി എന്നൊന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് പറയുന്നതും അങ്ങയോട് മാത്രമല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരോടുമാണ്.